നമുക്ക് ന്യൂ ഇയറോ അല്ലെങ്കിൽ ഡിസംബർ 31 അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കടന്നുപോയി അടുത്ത ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ചെയ്ത പാപത്തെ കുറിച്ചൊന്ന് ചിന്തിക്ക്. എടോ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ സന്താന പരമ്പരകൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. ആ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നീ ചെയ്ത പാപങ്ങളെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? വെറുതെ തൗബ ചെയ്താ പോരടാ ചെറുപ്പക്കാരാ, ഉമ്മമാരേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? സഹബക്കാരാ, ഒന്ന് ചിന്തിക്കുമോരെ. എന്റെ കാര്യം ഞാൻ ചിന്തിക്കാ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് ചിന്തിക്ക്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഓരോ ദിവസവും ചെയ്തു കൂട്ടിയ ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുക്കാൻ പറ്റുമോ? പിന്നെയല്ലേ ജീവിതകാലം മുഴുവനും ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതുപോലെ ഒരവസരം കിട്ടണമെന്നില്ല ചെറുപ്പക്കാരാ. പെങ്ങള്, ഇതുപോലെ ഒരവസരം അല്ലാഹു നിനക്ക് തരണമെന്നില്ല. റബ്ബ് തരുന്ന ചാൻസാ. നന്നാകണമെങ്കിൽ നന്നായിക്കോ, നന്നാകണമെങ്കിൽ നന്നായിക്കോ. ചെറുപ്പക്കാരാ, കഴുകടാ മോരെ. ചെറുപ്പക്കാര് കള്ള് പിടിച്ചിട്ട്, കഞ്ചാവ് വലിച്ചിട്ട്, വിയർകുപ്പിയുമായിട്ട് ന്യൂ ഇയറിന്റെ ആഘോഷത്തിമിർപ്പിൽ നടക്കുമ്പോ, അല്ലാഹുവിന്റെ കോപം വലിച്ചു വാങ്ങുമ്പോ ഇവിടെ ഇരുന്ന് കരയടാ ചെറുപ്പക്കാരാ. ഇബ്ലീസ് കരയട്ടെ, ഇബ്ലീസ് കരയട്ടെ. നിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയെന്ന് കരുതിയിട്ട് പെങ്ങളെ കരമോട് ഉമ്മാനോട് ചോദിക്കുകയാണ്, എന്റെ ഉമ്മമാരോട് ചോദിക്കുകയാണ്, ഇനി എന്ന് നന്നാകാനാ ഉമ്മ? പ്രായമായില്ലേ ഉമ്മ? മുടി നരച്ചില്ലേ ഉമ്മ? ഒരുപാട് രോഗമായില്ലേ ഉമ്മ? കൂടപ്പറപ്പും കുടുംബക്കാരും കൂട്ടുകാരും കബറിനടിയിലേക്ക് പോയില്ലേ ഉമ്മ? ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ പെങ്ങളെ, നന്നായിക്കൂടെ? ഒരുപാട് തെറ്റ് ചെയ്തില്ലേ? പിടിക്കപ്പെടാത്തത് നിന്റെ കഴിവല്ല, നിന്റെ ബുദ്ധിയല്ല. അല്ലാഹു നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ട് പടച്ചവനെ കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനും തെറ്റു ചെയ്തവരാ, ഞാനും തെറ്റ് ചെയ്തവനാ. ഞാൻ മഹാനാണെന്ന് പറയുന്നില്ല. എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, എനിക്ക് മഹത്വമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. 40 പേരിൽ കൂടുതലുണ്ടോ ദുനിയാവിലെ സ്വർഗമാ. ആലിമീങ്ങളുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ, ഉംറ ചെയ്തവരുണ്ടല്ലോ, പടച്ചവനെ ഗർഭിണികളുണ്ടല്ലോ, രോഗികളുണ്ടല്ലോ, യാത്രക്കാരുണ്ടല്ലോ, പാല് കുടിക്കുന്ന പിഞ്ചുമക്കളുണ്ടല്ലോ, മുതഅല്ലിമീങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ആരുടെയെങ്കിലും ഒരാളുടെ ആമീ മതിയല്ലോ, ആരുടെയെങ്കിലും ഒരാളുടെ ആമീ മതിയല്ലോ രക്ഷപ്പെടാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ 2 ആയത്തേ ഉള്ളൂ. ഈ 2 ആയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് പറയണം. ഈ 2 ആയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ, ഈ 2 ആയത്ത് പാരായണം ചെയ്തിട്ട് വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. റജബ് നാളെ തുടങ്ങല്ലേ? എത്ര വലിയ ഭാഗ്യവാടോ. ഇപ്പൊ എല്ലാരും ഇങ്ങനെ കത്തിക്കുന്നത് നോക്കി നടക്കുന്ന സമയാ. എപ്പോഴാ ലൈറ്റ് അണക്കണേ, എപ്പോഴാ കത്തിക്കണേ, എപ്പോഴാ കുപ്പി പൊട്ടിക്കണ്ടേ. 2025 പൊട്ടാൻ കാത്തു നിൽക്കുക. അവര് പൊട്ടിച്ചോട്ടെ, നമുക്ക് നന്മ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിന്റെ മോലാളി എന്താ, അയാളുടെ പേരെന്തായിരുന്നു? നമ്മുടെ
സബാഹൊക്കെ സബാൻ അദ്ദേഹം പലപ്പോഴും ഫുട്ബോൾ കളി നടക്കുന്ന ഗ്രൗണ്ടായത്. ഗാനമേളയൊക്കെ നടത്താൻ വേണ്ടി പലരും ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ എനിക്ക് ഇത്രയും അയാളെ ജീവിതത്തിൽ ഇതുപോലൊരു മജ്‌ലിസ്, എടോ ഇത്രയും പേരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കെട്ട് 1 മണിക്കൂർ പാവം ചെയ്യിപ്പിക്കാതെ ഇരുത്താൻ പറ്റിയില്ല. വീട്ടിലാണെങ്കിൽ ഇരിക്കുമോ? അപ്പം മൊബൈൽ എടുക്കും, അല്ലെങ്കിൽ TV ഇടും, അല്ലെങ്കിൽ പുറത്ത് ചാടും. വയത് കേൾക്കലൊന്നും അല്ലടോ. 1-2 മണിക്കൂറെങ്കിലും അള്ളാഹുവെ പാവം ചെയ്യിപ്പിക്കാതെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്താൻ പറ്റുന്നല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഫരീഖും ഫിൽ, സ്വർഗത്തിൽ എത്ര വിഭാഗമുണ്ട്? സ്വർഗത്തിൽ എത്ര വിഭാഗമുണ്ട്? ദുനിയാവിൽ 73 വിഭാഗമുണ്ട്. ഇവിടെ എത്ര വിഭാഗമുണ്ട്? എൻ്റെ ഉമ്മത്ത് എത്ര വിഭാഗം? 73 വിഭാഗം. അതിലെ 1 വിഭാഗമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. നാളെ പരലോകത്ത് എത്ര വിഭാഗം? ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. സ്വർഗത്തിൽ എത്ര വിഭാഗം? ഒറ്റ വിഭാഗമേ ഉള്ളൂ. നമുക്ക് ന്യൂ ഇയറോ അല്ലെങ്കിൽ ഡിസംബർ 31 അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കടന്നുപോയി അടുത്ത ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ 1 കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ പരിശുദ്ധമായ റമദാനിന് മുന്നൊരുക്കമായി ഒരുങ്ങുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ രാത്രിയിൽ കുറച്ചു സമയം അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിനക്ക് തന്ന ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഞാൻ നിനക്ക് വേണ്ടി തന്ന സമയം എന്തിനു നീ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ, അള്ളാഹുവേ എനിക്ക് നീ തന്ന ആയുസിൽ 1 മണിക്കൂർ ഞാൻ സ്വർഗത്തിലിരുന്നു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കണം. അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ 2 ആയത്തിന്റെ പ്രത്യേകത, ആ 2 ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന ആ 2 ആയത്തുകൾ ഓതി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഏറ്റുപറഞ്ഞിട്ട് പരിശുദ്ധമായ റജബിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് ഒരു ബറക്കത്തിന് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. സാധാരണ ഫുട്ബോൾ കളിയൊക്കെയാണ് നടക്കുന്നത്. സാധാരണ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്ന ഗ്രൗണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഈ ഇരിക്കുന്നതിനേക്കാളും ജനങ്ങൾ പുറത്തുണ്ട്. പക്ഷെ ആ പുറത്ത് നിൽക്കുന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ആ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഇന്ന് ഒരു അവസരം കിട്ടും. ഇന്ന് 10 മണി വരെയോ അല്ലെങ്കിൽ 10:30 വരെയോ ഈ ഒരു അവസരം അള്ളാഹു നിനക്ക് തരത്തുള്ളൂ. അപ്പൊ സ്വർഗത്തിൽ ഇരിക്കാൻ സമയം കിട്ടുമ്പോ സ്വർഗത്തിൽ തന്നെ ഇരിക്കണം. കാരണം അവിടെ ഇരിക്കുന്ന സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. കാക്കാ, കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ പോകുന്നത്? അതുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അൽഹംദുലില്ലാഹ് 1 മണിക്കൂർ നിങ്ങൾ ഈ സ്വർഗത്തിൽ കയറിയിരിക്കുക. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസിലെ ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറഞ്ഞ അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത്, ആ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഈ ആമീൻ പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആമീനൊക്കെ വന്ന വരക്കം കണ്ടോ? ഇപ്പൊ ആമീൻ അതാ പറഞ്ഞ, വേണമെങ്കിൽ ചക്ക വീരിലും കായ്ക്കും. വേണമെങ്കിൽ നമുക്ക് ആമീനല്ല എല്ലാം പറയാൻ അറിയാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ.
പൈസ എന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എല്ലാരും അവസാനം വരെ ഇരിക്കല്ലേ? അവസാനം വരെ ഇരിക്കൂലേ? ഒന്ന് കൈവക്കിക്കേ, ഇരിക്കാന്നുള്ളവരൊക്കെ. അതപ്പോ പകുതിയിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ടെന്ന് നരക്കൈ നിൽക്കണം. കുഴപ്പമില്ല, അള്ളാഹു ഇതിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് ഒരായത്തിൽ കുറിച്ച് ചോദിക്കേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു തേന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും ആയിരക്കണക്കിന് പേരുണ്ട് പടച്ചവനെ. ഞങ്ങൾ ഓതിയ ഈ ആയത്തിൽ ഖുർസിയുടെ ബറക്കത്ത് കൊണ്ട് അത് ആര് വാങ്ങിക്കൊണ്ടുപോകുന്നോ ആ കുടുംബത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അത് കൊണ്ടുപോകുന്ന കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് തങ്ങൾ ഓതിക്കോളൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് അത് വരുന്നുണ്ട്, ഒരു 100 രൂപയിൽ കുറയാതെ. ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞ് പേടിക്കണ്ട, കാഞ്ഞ ബുദ്ധിയ. അതിനകത്ത് ഗൂഗിൾ പേ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രയാസപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവർ, അതിനകത്തിനുള്ള സൗകര്യം നിങ്ങൾ വീട്ടിൽ പോയിട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ആണെങ്കിലും മറ്റന്നാളെങ്ങനെ അയച്ചു കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. എത്ര കുപ്പി തേനുണ്ട്? 4000 കുപ്പി. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. അതൊരു ബറക്കത്ത. അതെന്താണെന്ന് നിങ്ങൾ കൊണ്ടുപോയി നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാകും. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ എന്താണ് അതിന്റെ പ്രയോജനമെന്ന്. അതിലെന്തെങ്കിലും ഒരു ഖൈർ കാണും. അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു വീടിന്റെ അകത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് ചോദിച്ചു, ഏ ചങ്ങാതി, നിന്റെ ആഗ്രഹം എന്താണെന്ന്. ഉമർ തങ്ങൾ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഈ വീട് നിറയെ എനിക്ക് സ്വർണം കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞ മറുപടി, ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം. സ്വർണത്തിനോടുള്ള ആർത്തിയോ പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല. ആ സ്വഹാബി പറയുന്നു, ഈ വീട് നിറയെ എനിക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കാമല്ലോ, പാപങ്ങൾക്ക് കൊടുക്കാമല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാമല്ലോ, രോഗികൾക്ക് കൊടുക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഈ റൂം നിറയെ, ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ സഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സമയത്ത് ആ സ്വഹാബി എവിടെന്ന് പറയുകയാ, ഈ വീട് നിറയെ മുത്തും പവിഴങ്ങളും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം എനിക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ. ആ ഒരു ആഗ്രഹത്തോടെയാണ് ആ സ്വഹാബിയും അവിടെ നിന്ന് ആ മറുപടി പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പലരോടും ഇങ്ങനെ ആഗ്രഹങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. അവരോരോരുത്തരും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ഒരു സഹാബി ചോദിക്കുകയാണ്, എല്ലാവരുടെയും ആഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ. അല്ല ഖലീഫ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് സ്വർണമല്ല, പവിഴമല്ല പടച്ചവനെ, എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് മുത്തുകളല്ല വേണ്ടത്, എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിം റളിയല്ലാഹു തആല അൻഹു, ചില സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട് അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഈ വീട് നിറയെ അതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിം റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വീട് നിറയെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പടച്ചവനെ, ഇതാരാ പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 പേരെ എണ്ണിയിട്ട് പറഞ്ഞു, 10 പേരും സ്വർഗ്ഗത്തിലാ. നബിതങ്ങളെ 10 പേരുടെ പേരെടുന്നത് 10 പേരുടെ പേര് പറഞ്ഞിട്ട് നബിതങ്ങളെ പറഞ്ഞു 10 പേരും സ്വർഗ്ഗത്തിലാ. ആ 10 പേരിൽ രണ്ടാമത്തെ സ്വഹാബിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? നല്ല ചുണക്കുട്ടികൾ ഈ വീടിന്റെ അകത്തുണ്ടാകുന്നത്, ഈ വീടിന്റെ അകത്ത് നല്ല ചെറുപ്പക്കാരുണ്ടാകുന്നത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ആരാ പറയുന്നത്? പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ശപിക്കപ്പെട്ട ഇബ്ലീസിന് വരാ പേടിയാ. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് കടന്നു വരൂല. പടച്ചവനെ, ഉമറിനെ ഇബ്ലീസിന് വല്ലാത്ത പേടിയാണ്. ആ ചുണക്കുട്ടിയായ ഉമർ തങ്ങളാണ് പറയുന്നത്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചെറുപ്പക്കാര് ഈ സമുദായത്തിന് ഉണ്ടാകുന്നതാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ ചെറുപ്പക്കാരാ, അവരാരാണെന്ന് നിനക്കറിയുമോ പൊന്നുമോനെ? അവരാരാണെന്ന് നിനക്കറിയോ? നീ അവരുടെ ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച അടിമകളാണവര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ, ആ വിശുദ്ധമായ ഖുർആനിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ സമാധാനിപ്പിക്കുകയാണ്. ചില അടിമകളെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്. ആ അടിമകൾ ആരാണെന്നറിയോ? ആ അടിമകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. പഠിക്കണം ചെറുപ്പക്കാരാ, ആരാ അബൂ ഉബൈദ എന്നറിയോ? ആരാ അബൂ ഉബൈദ എന്നറിയോ? പടച്ചവനെ, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അബൂ ഉബൈദ ഉള്ളത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹു ശത്രുവിന്റെ ഭാഗത്താ. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ബദറിന്റെ രണാങ്കണത്തിലൂടെ യുദ്ധം നടക്കും.
നടക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്, ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്തിനാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? എതിർഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്, ശത്രുവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്. വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉബൈദ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതുങ്ങി വാപ്പയുടെ മുമ്പിൽ പെടാതെ, വാപ്പ കാണാതെ ഒളിച്ചിങ്ങനെ നടക്കുകയാണ്. പക്ഷേ ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, മകനെ തിരഞ്ഞു നടക്കുകയാണ്. വേറെ ഒരു ശത്രുവിനെയും വേണ്ട, ബദറിൽ പങ്കെടുക്കുന്ന വേറെ ഒരാളെയും നോക്കുന്നില്ല. തന്റെ പൊന്നാര മകനെ തിരഞ്ഞു നടക്കുകയാണ്. വാപ്പ മകനെ തിരഞ്ഞു നടക്കുമ്പോ മകന് വാപ്പയെ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം അതാ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ പിതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുകയാണ്. ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് അവിടെന്ന് വിളിക്കുന്ന ഉബൈദ അവിടെന്ന് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, വാടാ മുഹമ്മദേ, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്? അവനെ ഇറക്കി വിട് മുഹമ്മദ്, അവനെ ഇറക്കി വിട് മുഹമ്മദ്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. പടച്ചവനെ, തന്റെ പൊന്നാര മകന്റെ ദേഷ്യം പിടിപ്പിക്കാറ്, തന്റെ പൊന്നാര മകന്റെ രക്തം തിളപ്പിക്കാറ് പിതാവ് അവിടെ നിന്നുകൊണ്ട് തന്റെ പൊന്നാര മകനെ ഒരുപാട് ചീത്ത പറയുകയാണ്. പക്ഷേ പൊന്നുമോന് മിണ്ടുന്നില്ല. വാപ്പയല്ലേ പറയുന്നത്, വാപ്പയല്ലേ പറയുന്നത്. മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം ഉമ്മയെ കുറിച്ച് പറയുന്നത്. ഉമ്മാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഉമ്മയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പടച്ചവനെ, അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഉമ്മയാണ്, ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ്, പറഞ്ഞുകൊള്ളട്ടെ തമ്പുരാനെ. വാപ്പ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെയും പടച്ചവന്, നീ പിഴച്ചുണ്ടായവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് ചീത്ത പറയുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും ആ സ്വഹാബി അനങ്ങുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങുന്നില്ല. അവസാനം ആ പിതാവിനറിയാ, ഇനി എന്റെ പൊന്നുമോൻ ഇറങ്ങണമെങ്കിൽ അവനെ പറഞ്ഞു, അവന്റെ ഉമ്മയെ പറഞ്ഞു, അവൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞു, അവന് വഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ വാപ്പയ്ക്കറിയാം, ഇനി അവൻ ഇറങ്ങി വരണമെങ്കിൽ ഇനി ഒരാളെ പറഞ്ഞാലേ അവൻ ഇറങ്ങി വരൂ. അങ്ങനെ വാപ്പ ആരെ കുറിച്ചാ പറയുന്നതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് മോശമായി പറയുകയാണ്. നബി തങ്ങൾ അങ്ങനെ മോശമായി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ അതാ തന്റെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് സഹിക്കുന്നില്ല. സ്വഹാബത്ത് പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമ്മയെ പറഞ്ഞപ്പോ, പടച്ചവനെ ചീത്ത പറഞ്ഞപ്പോ അനങ്ങാത്ത അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ചാടി ഇറങ്ങുകയാണ്, ചാടി ഇറങ്ങുകയാണ്. അല്പനേരമൊന്നും കാണുന്നില്ലടോ, അല്പനേരമൊന്നും അറിയുന്നില്ലടോ. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നില്ല, നിബിതങ്ങൾ മിണ്ടുന്നില്ല. കാരണം പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പടച്ചവനെ പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നിബിതങ്ങളൊന്നും മിണ്ടുന്നില്ല.
പിതാവല്ലേ പടച്ചവന്, സ്വന്തം ഉപ്പയല്ലേ പടച്ചവന്. അങ്ങനെ അതാ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ലല്ലോ പടച്ചവനെ. അങ്ങനെ പലരും പറയുന്നത് ഇസ്ലാം വളർന്നത് വളവാളുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീൻ പടച്ചവനെ അതാ പിതാവിന്റെ തലയെടുത്ത് ഒരു നിമിഷം നിബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരു നിമിഷം പതറിപ്പോയടോ, ഒരു നിമിഷം പതറിപ്പോയടോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടോ. അങ്ങനെ ഉപ്പയുടെ തലയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. നിബിതങ്ങളെ തലതിരിക്കുകയാണ്, നിബിതങ്ങളെ തലതിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സലാം അടക്കുന്നില്ല. ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാതെ സങ്കടപ്പെടുകയാ, വല്ലാതെ പ്രയാസപ്പെടുകയാ. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ അടിമയെ സമാധാനിപ്പിക്കുകയാണ്, ആ അടിമയെ സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പയുടെ തല വെട്ടാനല്ല, ശത്രുവിന്റെ തല മുറിക്കാനല്ല, വാളുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളർത്താനല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയോ? കൊലപാതകം എത്ര വലിയ പാപമാണെന്നറിയോ? പടച്ചവനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാ. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ടടോ, അല്ലാഹുവിന് ചില അടിമകളുണ്ടടോ. ആ അടിമകൾക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാ, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നത് കണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കുന്നതായി കണ്ട, അവർക്ക് സഹിക്കില്ലടോ. അവര് പ്രതികരിക്കുമടോ, ചിലപ്പോ അവര് പ്രസംഗിക്കുമടോ, അവര് പലതും വിളിച്ചു പറയുമടോ. കാരണം എന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാനം എഴുതി വച്ചിരിക്കുകയാ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലത് കാണുമ്പോഴും പല തെറ്റുകൾ ചെയ്യുമ്പോഴും മുഖം നോക്കാതെ വിളിച്ചു പറയുന്നത്. അത് ആലിമ് ചെയ്താലും, അത് ഹാജിയാര് ചെയ്താലും, അത് പള്ളിയിലെ ഇമാമു ചെയ്താലും, പടച്ചവനെ അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കുന്ന രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? അവര് മിണ്ടാതെ നടക്കുന്നല്ലോ. അവരും ആലിമീങ്ങളല്ലേ, അവരും തങ്ങന്മാരല്ലേ, അവരും സയ്യിദന്മാരല്ലേ. എന്തേ നിങ്ങൾ മിണ്ടാതെ നടക്കുന്നത്? നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത്? സഹോദരാ, ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വച്ചിരിക്കുകയാ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്, അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതാര് ചെയ്താലും പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാത്ത കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അനാചാരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈ സമുദായത്തെ ഈ അനുയായികൾ തന്നെ നാണം കെടുത്തുകയാണ്. എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഇന്ന് വിവാഹത്തിന്റെ വേദികളിൽ
നടക്കുന്നത് എന്താണ്? തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ, തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ, ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. പടച്ചവനെ, നിക്കാഹൊക്കെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ചടങ്ങായി മാറുകയാണ്. പടച്ചവനെ, അതിനു മുമ്പ് തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ, തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും, ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഇതുപോലെ അനാചാരങ്ങൾ നടക്കുന്ന, ആർഭാട വിവാഹങ്ങൾ നടക്കുന്ന, അല്ലാഹുവേ, പള്ളിയിലെ ഖതീബിനെ ഉസ്താദന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും, തങ്ങന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും. എന്നിട്ട് ആഡിറ്റോറിയത്തിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ പറയാൻ കഴിയുന്നതല്ല. ആ ഉസ്താദ് പോലും സങ്കടപ്പെട്ടു പോകുന്ന, ആ നിക്കാഹ് നടത്തിയ തങ്ങൾ പോലും സങ്കടപ്പെട്ടു പോകുന്ന ദയനീയമായ അവസ്ഥയിലൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ സഹോദരാ, ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഒരാളെങ്കിലും തിരുത്താൻ കാണുമടോ, ഏത് വീട്ടിലും ഒരാളെങ്കിലും കാണുമടോ. എന്നാൽ അങ്ങനെ ഒരു കാരണവന്, ഒരു വാപ്പയോ ഒരു ഉമ്മയോ ഇന്നത്തെ വീടുകളിന്റെ അകത്തില്ലാതെ പോകുന്നു, ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. പടച്ചവനെ, ഉള്ളവര് തിരുത്തുന്നില്ല, ഉള്ളവര് തിരുത്തുന്നില്ല. കാരണം പ്രായമുള്ള വാപ്പയോട് ചോദിക്കുന്നു, നിന്റെ മക്കളല്ലേ ഇത് കാണിക്കുന്നത്, നിന്റെ കൊച്ചുമക്കളല്ലേ ഇത് കാണിക്കുന്നത്? വാപ്പമാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഇന്ന് നിക്കാഹൊക്കെ ആർക്ക് വേണം? ഇന്ന് നിക്കാഹൊന്നുമില്ല. നിക്കാഹൊക്കെ ഏറ്റവും അവസാനമാണ് നിക്കാഹ്. എല്ലാം കഴിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങന്മാരെ കൊണ്ടുവരും, സയ്യിദന്മാരെ കൊണ്ടുവരും, ഹത്തീമിനെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും. നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്ത് വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാള് പോലും, ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഈമാൻ എഴുതി വെച്ച ഒരാള് പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നു. വാപ്പയോട് ചോദിച്ചാൽ പറയും, ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല. ഇന്നെല്ലാരും ചെയ്യുന്നതല്ലേ, ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. വാപ്പ, നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ, നീ എന്താ ചിന്തിക്കാത്തെ? കാരണവൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആൾക്ക് അല്ലാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിന് തങ്ങളോ ആലിമോ പണ്ഡിതനോ മഹാനോ ആകണമെന്നില്ല. ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ല കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് നിനക്ക്. നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ടല്ലോ, ഈ ഇരിക്കണ പ്രായമുള്ള. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നമ്മൾ നടക്കൂല, പ്രായമുള്ളവരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കൂല, പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പ്രായമുള്ള അത് പാണക്കാട്ടെ തങ്ങന്മാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാണോ, ആലിമ്യങ്ങളാണോ? അല്ല, ചില ഉപ്പാനെ കണ്ട എഴുന്നേക്കൂടോ. അത് ഇന്നും അങ്ങനെ തന്നെ. ചിലരുടെ താടിയും തഴമ്പും അവരുടെ ആ ഒരു ഇത് കണ്ട ചിലപ്പോ അറിയാതെ എഴുന്നേറ്റ് പോകും, ഓടിച്ചെന്ന് കൈ പിടിച്ചിട്ട് പറയും പൊരുത്തപ്പെടണം, ദുആ ചെയ്യണം. അത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. പ്രായമുള്ളവർക്ക് ഒരു സ്ഥാനമുണ്ട്. എന്താ സ്ഥാനം? വാപ്പ, തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഉസ്താദിന് മാത്രമുള്ളതല്ല, നിനക്കുണ്ട്. ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്. നീ ചിലപ്പോ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോ പോയിട്ട് തെറ്റാന്ന് പറഞ്ഞാ നിന്നെ ചിലപ്പോ അവിടെ നാട്ടിയിറക്കും, നിന്നെ പരിഹസിക്കും. പരിഹസിക്കട്ടെ, അതങ്ങനെ തന്നെ കണ്ടാ മതി. നിന്നെ കളിയാക്കും, നിന്നെ വേദനിപ്പിക്കും, ചിലപ്പോ നിന്നെ ഒറ്റപ്പെടുത്തും. വലിയ തങ്ങൾ വന്നിരിക്ക എന്ന് പറഞ്ഞിട്ട് നിന്നെ പരിഹസിക്കും. എന്നാ നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? പറയാതിരുന്ന ശിക്ഷ, പറഞ്ഞ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുന്ന സമയം നീ മിണ്ടാതെ ഇരുന്ന അതിന് വേറെയാ, അതിന് വലിയ ശിക്ഷയാ. എന്നാ നീ പോയിട്ട് ആ തെറ്റു തിരുത്തിയാൽ, അവര് നിന്നെ കളിയാക്കിയാലും അവരെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിന്റെ മക്കളുമെല്ലാം വീടിന്റെ അകത്ത് കിടന്നിട്ട്
അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ പേക്കൂത്തുകൾ നടത്തുമ്പോ നീ ചെന്നിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലെ രണ്ടാമത് മൂതുമല്ലോ. മേഖലപ്പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഈ കാണുന്ന ഈ വേദിയുടെ ചുറ്റുഭാഗത്ത് ജനങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സൈന്യം വളഞ്ഞു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ തെറ്റ് കണ്ടിട്ട് തിരുത്തിയ വാപ്പാ, തെറ്റ് കണ്ടിട്ട് തിരുത്തിയ ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. മിണ്ടാതെ നടക്കരുത്, മിണ്ടാതെ നടക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അത് ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഉള്ളവർക്കുണ്ടാകുന്ന ഒരു യോഗ്യതയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയണേ. ഒറ്റ തെറ്റ് കാണുകയാണ്, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയ്, ഇല്ലെങ്കിലോ നിന്റെ നാവ് കൊണ്ട് തടയണേ, നിന്റെ നാവ് കൊണ്ട് പറയണേ. ഏ സഹോദരാ, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണേ സഹോദരാ. നീ ഒന്ന് വെറുക്കുകയെങ്കിലും ചെയ്യ്. ഇതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഇറങ്ങി പോകാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, തെറ്റ് കണ്ടാ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അത് എല്ലാവർക്കുമുള്ള സ്വഭാവമല്ല. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ലാഹുവേ, ഉലൈക കതബ ബി ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു യോഗ്യതയാ. അതുകൊണ്ട് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, അതാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സ്വഹാബിയാരാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി, ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുകയാണ്. നബി തങ്ങളെ കാണാമെന്നോ, നബി തങ്ങളുടെ ഉപദേശം കേട്ടോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ മുസ്ലിമായി എന്നറിയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പൊന്നുമകന് മതം മാറി എന്നറിയുമ്പോ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. തന്റെ മതം മാറ്റാൻ, തന്റെ പൊന്നാര മകനെ പഴയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല, എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് വല്ലാത്ത ദേഷ്യമുള്ള ഒരു സഹോദരിയാണ്. അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്, അവർക്ക് വല്ലാത്ത വാശിയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, സഅദേ, നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല.
മതം മാറാതെ ഇനി നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല, ഇനി ഞാൻ വെള്ളം കുടിക്കൂല, മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും, മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. ഞാനെങ്ങാണം മരിച്ചുപോയാ സഅദേ എല്ലാവരും നിന്നെ വിളിക്കും ഉമ്മയെ കൊന്നവന്, ഉമ്മയെ കൊന്നവന് എന്ന് നാട്ടുകാര് മുഴുവനും നിന്നെ വിളിക്കുമടാ സഅദേ. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി, ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ കൂടെയാണ് വീട്ടിൽ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നബി തങ്ങളുടെ ചാരത്ത് പോകും, അവിടെ അറിവുകൾ പഠിക്കും, നിസ്കരിക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഉമ്മയതാ പട്ടിണി കിടക്കുകയാണ്, ഉമ്മ അവിടെ നിന്ന് പട്ടിണി കിടക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, ഭക്ഷണം കഴിക്കുമ്മ, വെള്ളം കുടിക്കുമ്മ, മതം മാറാതെ ഞാൻ കഴിക്കൂല, മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. പടച്ചവനെ, ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും ഉമ്മയ്ക്ക് വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഉമ്മ സത്യാഗ്രഹത്തിലാണ് നബിയേ, ഉമ്മ പട്ടിണിയിലാണ് നബിയേ, ഉമ്മ വല്ലാത്ത വാശിയിലാണ് നബിയേ, എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്ക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവസാനം ജനങ്ങൾ പറഞ്ഞു, സഅദ്, നിന്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദ്. നിന്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് ചെല്ല്, നിന്റെ ഉമ്മ നിന്നെ വിളിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ എന്തു ചെയ്യണമെന്നറിയില്ല. ഒരു ഭാഗത്ത് ഉമ്മയാണ്, മറുഭാഗത്ത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. റബ്ബേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്, ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്. അവസാനം സഅദ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പട്ടിണി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന ഉമ്മാടെ ചാരത്തേക്ക് ഭക്ഷണവുമായിട്ട് കടന്നു പോവുകയാ. ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാടെ വായിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് പൊന്നുമകനെ പറയുന്നു, കഴിക്കുമ്മ, ഈ വെള്ളമൊന്ന് കുടിക്കുമ്മ. ഇല്ലടാ മോനെ, മരിച്ചാലും ഞാൻ കുടിക്കൂല, നീ മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയുടെ വാശി കണ്ടപ്പോ, ഉമ്മയുടെ വാശി കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെക്കാളും വലിയ ഇഷ്ടം അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ് ഉമ്മ. മതം മാറണമെന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുന്ന 9 മാസം ഗർഭവും 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനോട് ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. എന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ആയുസ് തന്നു, 1000 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ ദീൻ വിടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ പട്ടിണി കിടന്നു മരിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുകയാണ്, 1000 ജന്മമുണ്ടായി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി.
1000 ജന്മത്തിലും നിങ്ങളുടെ മകനായി അല്ലാഹുവിന്റെ ദീന് അല്ലാഹുവിന്റെ ദീന് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ സത്യാഗ്രഹം കടന്ന് എന്റെ മുമ്പിൽ കടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയൂല. റബ്ബേ, ഉമ്മയ്ക്ക് മനസ്സിലായി തന്റെ പൊന്നാര മകന്റെ വിശ്വാസം എന്താണെന്ന്. ആ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ആ സഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയുടെ വിശ്വാസം എന്താണെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. ഉമ്മ പരാജയപ്പെടുകയാണ്, ഉമ്മ പരാജയപ്പെടുകയാണ്. പടച്ച റബ്ബേ, അപ്പോഴാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതിഉഹുമാ വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്. പക്ഷേ ആ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കാൻ നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഏതു മതവിശ്വാസിയാകട്ടെ, ഉമ്മയാണ് ചെറുപ്പക്കാരാ, അവരേതു മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണേ, നീ അവരെ സ്നേഹിക്കണേ, നീ അവരെ ബഹുമാനിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത പ്രലോഭനങ്ങൾ നടക്കും ചെറുപ്പക്കാരാ, ഭീഷണികൾ നടക്കും ചെറുപ്പക്കാരാ. പടച്ചവനെ, ചിലപ്പോ ഉമ്മയായിരിക്കും പറയുന്നത് പാപം ചെയ്യാൻ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ, ഒരു അന്യപുരുഷന്റെ കൂടെ പോകാൻ ഉമ്മയായിരിക്കും പറയുന്നത്, വാപ്പയായിരിക്കും ഒരു തെറ്റ് ചെയ്യാൻ പറയുന്നത്. അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെതിരാണെങ്കിൽ, അത് പാപമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ടല്ലോ, ചില ഭാര്യമാര് ഭർത്താവിനോട് പറയും, വീട് വെക്കണ്ടേ, പൈസ ഇല്ലെങ്കിൽ ലോൺ എടുക്ക്, 5 ലക്ഷം ലോൺ എടുക്ക്, 10 ലക്ഷം ലോൺ എടുക്ക്. പടച്ചവനെ, ഭാര്യ തന്നെ ഭർത്താവിനോട് പറയുകയാണ്, വേണ്ട സഹോദരാ, വേണ്ട സഹോദരാ, മോനെ, നീ അത് ആ പ്രലോഭനങ്ങളിൽ നീ വീണു പോകരുത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്ക്, ആര് പറഞ്ഞാലും അനുസരിക്കരുത്. നീ ചിലപ്പോ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്താ, എല്ലാവരും നിന്നെ കളിയാക്കാ, എല്ലാവരും നിന്നെ കൈയൊഴിയാ. എന്നാ അല്ലാഹു നിന്നെ കൈവിടില്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാര് നിന്നെ കളിയാക്കും, കൂടെ നടക്കുന്നവർ നിന്നെ ഒറ്റപ്പെടുത്തും, കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തും. പക്ഷേ അല്ലാഹു നിന്നെ സഹായിക്കും, അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. പടച്ചവനെ, തന്റെ ഉമ്മ സത്യാഗ്രഹം കടന്നപ്പോ മരിക്കാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട്, ഉമ്മ, എനിക്ക് വലുത് അല്ലാഹുവാ, അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ ദീനാ, ആ ദീനാണ് എനിക്ക് വലുത് പറയാൻ ചങ്കൂറ്റം കാണിച്ചപ്പോ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കാൻ 7 ആകാശം കടന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നെന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറക്കിയ രണ്ടാമത്തെ സഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇനി മൂന്നാമത്തെ അടിമയാരെന്നറിയോ? പടച്ചവനെ, വേങ്ങരയിൽ വഅദ് കേൾക്കാമെന്ന ഉമ്മ. മൂന്നാമത്തെ
രണ്ടാമത്തതാരെന്നറിയുമോ? അതൊരു പെണ്ണാവുമ്മ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറക്കിയത്. ഒരു പെണ്ണ് കരഞ്ഞപ്പോ, ഒരു പെണ്ണ് സങ്കടപ്പെട്ടപ്പോ, ഒരു പെണ്ണ് റബ്ബിനോട് ദുആ ചെയ്തപ്പോ അതാ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറങ്ങിയത്. ആ പെണ്ണാരെന്നറിയോ? ആ പെണ്ണാരെന്നറിയുവോ? മഹദിയായ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഏതാണ് ആയിഷയുടെ ചരിത്രം അറിയുമല്ലോ? പടച്ചവനെ, സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി, ആ ബദരീങ്ങളിൽപ്പെട്ട സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രണ്ടുപേരെയും ചേർത്ത് വെച്ചൊരു കഥ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ആയിഷ ബിബി ജനിച്ചു, ആയിഷ ബിബി ജനിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖുർആനിൽ 10 ആയത്തുകളാണ് നിപ്പിൽ ഇറങ്ങി വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ഒന്ന് കരഞ്ഞപ്പോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്ന് സങ്കടപ്പെട്ടപ്പോ ഖുർആനിൽ നിന്ന് ആയത്തിറക്കിയിട്ട് അല്ലാഹു നിരപരാധിത്വം തെളിയിച്ചു. നമുക്ക് ചരിത്രമറിയാം. മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന രംഗം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. അങ്ങനെ ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് പോയി. അപ്പോഴാണ് ആയിഷ മനസ്സിലാക്കുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഒട്ടകക്കട്ടിലിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കി, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി വിചാരിച്ചു ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാം. ആയിഷ ബീബി മാല തിരഞ്ഞിറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി വാഹനത്തിന്റെ അകത്ത് കയറുന്നത് കണ്ടത് കാരണം ഒട്ടകക്കട്ടിലെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മുകളിൽ വെച്ചുകൊണ്ട്, ആയിഷ ബീബിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, ചെറിയ പെൺകുട്ടിയാ, അതുകൊണ്ട് അതിനകത്തുണ്ടോ എന്നറിയില്ല. എല്ലാരും ഉണ്ടെന്നുള്ള ധാരണയിൽ അതെടുത്ത് മുകളിൽ വെച്ച് വാഹനം പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെയും സഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ചെറിയ പെൺകുട്ടിയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി വരുന്നത്. തന്റെ ഒട്ടകപ്പുറത്ത് ആ സഹാബി കടന്നു വരുന്നുണ്ട്. ആ സഹാബി ഏറ്റവും പുറകിൽ താമസിച്ചു വരാനുള്ള കാരണം പറയുന്നത്, കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാൻ, യാത്രക്കാരാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ നബിതങ്ങൾ ഏറ്റവും പുറകിൽ വരാൻ പറഞ്ഞ സഹാബി. ഈ സഹാബി നോക്കുമ്പോൾ ഒരു ചെറിയ പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുന്നു. ആരാരുമില്ലാത്ത വഴിയോരത്തിരുന്ന് കരയുന്നു. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നിങ്ങൾ? ആരാ ഇരുന്ന് കരയുന്നല്ലോ, നിങ്ങൾ ആരാ? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ. സഫ്വാൻ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നാലില്ല. ആയിഷയോ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഞാൻ മുമ്പിൽ നടക്കാം, ഉമ്മ ഈ വാഹനത്തിൽ കയറ്. അവസാനം വേറെ വഴിയില്ലാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറി യാത്ര തുടർന്നു. നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ച് അവസാനം അവർ തമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് ആയിഷ ബീബി ഇല്ലെന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് സഞ്ചരിച്ച മണിക്കൂറുകൾ കഴിഞ്ഞു. രാവിലെയാകുമ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ ഭാര്യയെ കുറിച്ച് കാണാതെ വന്നപ്പോ വലിയ വിഷയമായി. എല്ലാവരും വല്ലാത്ത വിഷയം, എവിടെ പോയി ആയിഷ, വലിയ ചർച്ചയായി, എല്ലാവരും അറിഞ്ഞു. അവസാനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിലുണ്ട്. നബിതങ്ങളുടെ മുമ്പിൽ വന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. പക്ഷേ ആ സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേർക്കും ചെറിയ പ്രായവാ, രാത്രി സഞ്ചരിച്ചു വന്നതല്ലേ, എന്തെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു ചരിത്രം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ടവർ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ശത്രുക്കളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയവരാ ഈ കഥ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചു. ബക്കറ്റ് പിരിവിന് സമയമായെന്നായിരിക്കും പേപ്പർ കൊണ്ടുവരുന്ന ഫാറൂഖ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ആരോടും മിണ്ടാതെയായി. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നബിതങ്ങൾ പറയുന്നുണ്ട്, വല്ലാഹി വല്ലാഹി ലാ, നബിതങ്ങൾ പറയുന്നുണ്ട്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്റെ ഭാര്യ എനിക്കറിയാം, വല്ലാഹി സത്യം എനിക്കറിയാം. ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. ഇന്നുവരെ നല്ലതല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾ മിണ്ടാതെ നടക്കാൻ തുടങ്ങി. എല്ലാരും ചർച്ചയായി, എല്ലാ സ്ഥലങ്ങളിലും ചർച്ച. ആയിഷ ബീവിക്ക് പനി പിടിച്ചു, ആഴ്ചകളോളം കടന്നു. അവസാനം ആയിഷ ഇതൊന്നും അറിയുന്നില്ല. അവസാനം നബിതങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല വീട്ടിൽ ചെന്നു. അപ്പോഴാ അറിയണേ ഈ കഥകൾ, തിരക്കഥകൾ, എന്റെ പ്രിയപ്പെട്ട സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് വല്ലാതെ സങ്കടമായി. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ പൊന്നുമോള് മരിച്ചുപോയി എന്ന് ഞാൻ ഭയക്കാറുണ്ട്. ആയിഷ ബീവി ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ കരഞ്ഞു കരഞ്ഞു വീടിനകത്ത് കിടക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചെന്നിട്ട് കാലുകൊണ്ട് തന്റെ പൊന്നുമോളെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. അത്രത്തോളം സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ, എത്രത്തോളം പറയാൻ പറ്റുമോ, നമ്മളൊക്കെ പറയും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവം നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനുവേണ്ടിയായത് പറഞ്ഞത്. ഈ ചരിത്രം ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, ആയിഷയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് സ്വന്തം ഭാര്യ ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അലം തസ്മഉ, അവിടെന്ന് ചോദിക്കുന്നു മഹദി വഹിക്കുക, ഇങ്ങനെയൊക്കെ ആയിഷാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ആയിഷ ബീബി വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നല്ലോ, തെളിവുകളൊക്കെ എതിരാണല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി തന്റെ പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചു, ആ ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? മഹദി പറയാ, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം, ഞാൻ ഒരിക്കലും, അല്ലാഹുവാകട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മഹാനായ സ്വഹാബിയോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ? ഇടോ, ഒരു വാർത്ത കേട്ടാൽ ഇങ്ങനെയായിരിക്കണം. ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ അതല്ല വിഷയം. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രം പറയുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? ആ പെണ്ണ് പറയുന്നു, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കൂല, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ പറയുകയാ, എന്നാ ഫവല്ലാഹി ആയിഷത്തു ഖൈറും മിൻകാ,
നിന്നെക്കാളും ഖൈറായവളാണ് ആയിഷ, നിന്നെക്കാളും നല്ലവളാണ് ആയിഷ, നിന്നെക്കാളും നല്ലവളാണ് ആയിഷ. നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെയാണ് ചെയ്യുന്നത്? ആയിഷ ആരെന്നറിയോ? ആയിഷ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ വിവാഹം കഴിക്കാൻ മറ്റുള്ള ഭാര്യമാര് നബിതങ്ങൾ ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചതെങ്കിൽ ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹയാ പറഞ്ഞത് വിവാഹം കഴിക്കാൻ, അല്ലാഹയാണ് പറഞ്ഞത് ആയിഷാനെ വിവാഹം കഴിക്കാൻ. ആയിഷ അങ്ങനെ ഉള്ളവളായിരുന്നെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ സഹാബിയുടെ നിലപാടതായിരുന്നു, ആ സഹാബിയുടെ നിലപാടതായിരുന്നു. ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല, ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാ, ലൗലാ ഇദ് സമിഅതുമൂഹു അന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. നല്ലത് ചിന്തിക്കണമടോ, നല്ലത് ചിന്തിക്കടോ. മോഷ്ടിച്ചെന്ന് പറയുമ്പോ നീ ചിന്തിക്കണം, പടച്ചവനെ അബദ്ധം പറ്റിയതായിരിക്കും. എന്റെ സഹോദര, ഒരാള് തെറ്റ് ചെയ്തു എന്ന് നിന്റെ അടുക്കൽ പറഞ്ഞാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നല്ലത് ചിന്തിക്കടോ, നല്ലത് ചിന്തിക്കടോ. അല്ലാതെ അവനെ നാണം കെടുത്താനല്ല, നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനല്ല, മോശക്കാരനാക്കിയിട്ട് അവന്റെ ഇസ്സത്ത് തകർത്തിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് കിട്ടാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബിയുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്. അല്ലാഹു ആ സ്വഹാബിയുടെ നിലപാടിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അവിടുന്ന് വാഴ്ത്തി പറയുമ്പോ, ഈ പരിശുദ്ധമായ ഈ പുണ്യമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഉറപ്പില്ലാതെ പറയരുത്, ഏസണി പറയരുത്, പരദൂഷണം പറയരുത്, ഒരു മനുഷ്യനെ നാണം കെടുത്തരുത്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു പറഞ്ഞു, കഅബേ നിനക്കെന്ത് മഹത്തമാ, എന്തൊരു സുഗന്ധമാ, എല്ലാരും നിന്നെ ആദരിക്കുന്നു, എല്ലാരും നിന്നെ ബഹുമാനിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് വലിയ സ്ഥാനമാണ്, നിനക്ക് വലിയ സ്ഥാനമാണ്. എന്നാ അല്ലാഹുവിന്റെ മുമ്പില് നിന്നെക്കാളും സ്ഥാനമുണ്ട് ഒരു അടിമയുടെ ഇസ്സത്തിനൊന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു അടിമയുടെ ഇസ്സത്തിന്, ഒരു അടിമയുടെ അഭിമാനത്തിന് കഅബയെക്കാളും അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ ആയിഷ പതറിയില്ല, ആയിഷ ആത്മഹത്യ ചെയ്തില്ല, ആയിഷ വിഷം കുടിച്ചില്ല, ആയിഷ ഭിത്തിയിലെ തലയിടിച്ച് ചാകാൻ നോക്കിയില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഈ ദിക്ർ പറഞ്ഞ് വീടിന്റെ അകത്തിരുന്നപ്പോ ആകാശത്ത് നിന്ന് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 10 ആയത്തുകളുമായിട്ടാണ് ഇറങ്ങി വന്നത്, ആ നിരപരാധിത്വം തെളിയിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്താ? എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്, എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മനസ്സ് തരണേ അല്ലാ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സമാധാനിപ്പിച്ച അടിമയാരെന്നറിയോ? മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. 2 കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ, 2 കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ. പടച്ചവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി തങ്ങള് മക്കയിലെ ഏറ്റവും കോടീശ്വരന്മാരായ ആൾക്കാരുമായിട്ട് നബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ ദഅവത്ത് ചെയ്യുകയാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ, അങ്ങനെ പ്രമുഖ
പ്രമുഖരായ ചില നേതാക്കന്മാര് വലീദ് ഇബ്നു മുഗീറ ഉൾപ്പെടെ വലിയ വലിയ ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാര് നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്കൊരു ഇൽമു പറഞ്ഞു തരുമോ നബിയേ? ഒരു സംശയം ചോദിക്കാൻ കടന്നു വരികയാണ്. പടച്ചവനെ, ആ സ്വഹാബിക്ക് കണ്ണിന് കാഴ്ചയില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ഇൽമു പറഞ്ഞു തരാറ്. പടച്ചവനെ, നബി തങ്ങൾ ചിന്തിക്കുകയാണ്, ഈ സഹാബി മുസ്ലിമാണല്ലോ, എപ്പോ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ. ഈ ഇരിക്കുന്ന നേതാക്കന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. പടച്ചവനെ, ഉമ്മു മക്തൂം പിന്നെയും പിന്നെയും നബി തങ്ങളോട് ചോദിക്കുകയാ. നബിതങ്ങളുടെ മുമ്പിൽ വലിയ പ്രമുഖരായ ശത്രുക്കളുടെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നബിതങ്ങൾ അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബി വന്നിട്ട് പറയുന്ന, നബിയെ, എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം, എനിക്കൊരു സംശയമുണ്ട്, പറഞ്ഞു തരണം. ഈ സഹാബിക്ക് അറിയത്തില്ല നബിതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബി ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എന്തേപ്പ ഇപ്പോഴാണ് ചോദിക്കണേ? ഈ സഹാബി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുമ്പിൽ നിന്ന് നേതാക്കന്മാരൊക്കെ ഇറങ്ങിപ്പോയപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബിതങ്ങളോട് അങ്ങോട്ട് ഓതി കൊടുത്തു. ആ കണ്ണ് കാണാത്ത സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, ആ സഹാബിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകന്റെ മുഖം ഒന്ന് ചുളിഞ്ഞപ്പോ അതാ വരുന്നു അബസ വതവല്ല അൻജാഹുൽ അമാ. തുടർച്ചയായ ആയത്തുകൾ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ തുടർച്ചയായിട്ട് ആയത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ, മുഖം ചുളിച്ചത് ശരിയായില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴക്ക് പറയുന്നത് പോലെ ആ കണ്ണ് കാണാത്ത ഒരു സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പടച്ചവനെ തുടർച്ചയായ ആയത്ത് ഇറങ്ങുകയാണ്. നബിതങ്ങളെ അല്ലാഹു വഴക്കു പറയുകയാണ്. നബിതങ്ങളെ അല്ലാഹു വഴക്കു പറയുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ ചോദിക്കുന്നു, എവിടെയാണ് ഉമ്മു മക്തൂം? എവിടെയാണ് ഉമ്മു മക്തൂം? എവിടെയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ യബ്സുതു ലഹു റിദാ, നബിതങ്ങൾ ആ ഷാളെടുത്തങ്ങ് വിരിക്കുകയാണ്. നബിതങ്ങൾ ആ ഷാളെടുത്തിട്ട് വിരിച്ചടോ ഉമ്മു മക്തൂമിനോട് പറഞ്ഞു ഇരിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരിപ്പെടുത്ത് വിരിച്ചിട്ട് ഷാളെടുത്ത് വിരിച്ചിട്ട് ആ കണ്ണ് കാണാത്ത സഹാബിയെ വിളിക്കുകയാണ്. മർഹബാ മർഹബാ. അല്ലാഹുവിനെ കൊണ്ട് വഴക്ക് കേൾപ്പിച്ച സഹാബി പടച്ചവനെ നബിതങ്ങൾ അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വിരിപ്പിൽ പിടിച്ചിരുത്തിയിട്ട് പടച്ചവനെ നബിതങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, ആ കണ്ണ് കാണാത്ത സഹാബിയോട് ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, കണ്ണ് കാണാത്ത ഒരുപാട് പേരെ കാണുമല്ലോ, വികലാംഗരായവരെ കാണുമല്ലോ, പ്രയാസം അനുഭവിക്കുന്നവരെ കാണുമല്ലോ. നമ്മളിൽ പലർക്കും പുച്ഛമാടോ, അവർക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് അവർക്ക് പരിഗണന കൊടുക്കണമെന്നാ.
അവർക്ക് പരിഗണന കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറയുകയാണ്. പടച്ച റബ്ബേ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കൈ പിടിച്ച് നടത്തിയാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? കണ്ണ് കാണാത്ത ഒരു മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നടത്തിച്ച അല്ലാഹുവേ എത്ര ദൂരം നടക്കുന്നുണ്ടോ അത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കിട്ടിയ കൈ പിടിച്ചിട്ട് നടത്തിക്കണം. എത്ര ദൂരം നടക്കുന്നുണ്ടോ അത്രയും ദൂരം നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു. ഒരു സഹോദരനാണ് പറഞ്ഞത്, ഉസ്താദേ 14 കൊല്ലമായി പടച്ചവനെ രോഗിയാണ്, ദുആ ചെയ്യണം. ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ. വയനാട് വഅദിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ കിഡ്നി പേഷ്യന്റ് ആണ്, ഡയാലിസിസ് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ കൂടെ വന്ന സുൽഫി ചോദിച്ചു, നിങ്ങൾ മാറ്റി വെച്ചില്ലേ? ഈ കിഡ്നി ഒന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ മാറ്റി വെച്ചതാണ്, പക്ഷേ 4 വർഷമായപ്പോ ഫെയിലായി പോയി. ഓട്ടോ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, 4 കൊല്ലമായി ഫെയിലായി പോയി. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുകയാ, ഓരോ ദിവസവും മരുന്ന് കഴിക്കണം. ഞാനാണെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത്. 2 ദിവസത്തിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത്. അങ്ങനെ മരുന്ന് കഴിക്കുന്നത് തെറ്റിയപ്പോ അത് ഫെയിലായി പോയി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മരുന്ന് കഴിക്കുന്നത് മാറ്റിയത്? ആ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞടോ. കല്യാണം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞു, ഉസ്താദ് ആഴ്ചയിൽ 5000 രൂപ വേണമായിരുന്നു, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവേ, സങ്കടത്തോടെ പറയുമ്പോ ഇതുപോലെ 100 കണക്കിന് പേരെ കാണുന്നവരാണോ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, പടച്ചവനെ റജബിലേക്ക് കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുന്നവരോട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളുടെയും 1 രൂപ പോലും അല്ലാഹുവിന് ആവശ്യമില്ല. കൊടുത്താ പ്രതിഫലം നിങ്ങൾക്കാണ്, അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. നഷ്ടമാകില്ല ചെറുപ്പക്കാരാ, നഷ്ടമാകില്ല പെങ്ങളെ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ഏത് വിപത്തിനെയും തട്ടിമാറ്റുമടോ. എന്നെ പ്രസംഗത്തിന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോ ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് പതറിപ്പോയടോ. ഒരു നിമിഷം നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തേങ്ങല് വന്നോ. പടച്ചവനെ, വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോ, ആ ദുരന്തത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പതറിപ്പോയില്ലേ? സദക്ക കൊടുക്കുന്നവരെ, വിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്നാ, സദക്ക നിന്നെ രക്ഷപ്പെടുത്തുമെന്നാ. എത്ര അപകടങ്ങളാ കാണുന്നത്. ഇന്നലെ വഅദിന് പോയതിന്റെ പരിസരത്താണ് പടച്ചവനെ 4 പെൺകുട്ടികൾ സ്കൂള് വിട്ട് നടന്നു പോയപ്പോ പാണ്ടിലോറി വന്ന് പാഞ്ഞു കയറിയിട്ട് മരണപ്പെട്ടു പോയ ആ കുട്ടികളുടെ വീടിന്റെ പരിസരത്താ ഇന്നലെ വഅദുണ്ടായിരുന്നത്. റബ്ബേ, സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാന്. എത്ര അപകടങ്ങളാ കാണുന്നത്, എത്ര മരണങ്ങളാ കാണുന്നത്. മാരക രോഗം പടരുകയാടോ, മാരക രോഗം പടരുകയാ. ക്യാൻസർ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാ. അതുകൊണ്ട് പെങ്ങള്, ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഉമ്മ, രോഗം മാറണോ ഉമ്മ, രോഗം മാറണോ ഉമ്മ? ഒരു മരുന്ന് നബി തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏത് മരുന്നെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്. ചികിത്സിക്ക ചെറുപ്പക്കാരാ, എന്റെ ഉപ്പയോട് പറയുകയാണ്, ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ, ട്യൂമറുണ്ടോ എന്നറിയില്ലല്ലോ, നിന്റെ കിഡ്നി പ്രവർത്തിക്കുന്നു എന്നറിയില്ലല്ലോ, കരൾ രോഗമുണ്ടോ എന്നറിയില്ലല്ലോ. സഹോദരാ, നീ കൊടുക്കുന്ന ഈ സദക്കയുടെ മഹത്വം കൊണ്ട് അല്ലാഹു നിന്റെ രോഗം കരിച്ചു കളയുകയാണ്, ഒരു പനിയാക്കി മാറ്റുകയാണ്, നിന്റെ പ്രയാസം അല്ലാഹു മാറ്റുകയാണ്. അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമടാ ചെറുപ്പക്കാരാ. ബൈക്കിന് പായുന്നവനല്ലേ, റോഡിലൂടെ പോകുന്നവനല്ലേ, മോനെ സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പെങ്ങളെ, ദുർമരണത്തിൽ നിന്ന് രക്ഷപ്പെടുമുമ്മ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ, നഷ്ടമാകില്ല, നഷ്ടമാകില്ല. പടച്ചവനെ, ഈ പരിപാടിയുടെ ചിലവ് കടിഞ്ഞ് ഒരു രൂപ ബാക്കി വന്നാലും പടച്ചവനെ, അത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന സ്ഥാപനത്തിലുള്ളതാണ്. 180ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലാണ്. പടച്ചവനെ, ആ സ്ഥാപനത്തിന് കൊടുക്കാനാണ്. അല്ലാതെ ഇതിന്റെ സംഘാടകർക്ക് ഒരു രൂപ പോലും അവർക്ക് ആവശ്യമില്ലടോ. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിക്ക് വിളിക്കുമ്പോ എന്നോട് പറഞ്ഞു, പിരിവൊന്നുമില്ല ഉസ്താദേ, പിരിവൊന്നുമില്ല ഉസ്താദേ. അവസാനമാണ് അറിയുന്നത്, പടച്ചവനെ എന്ത് കിട്ടിയാലും, ഈ പരിപാടിയുടെ ചിലവ് കടിഞ്ഞ് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് അതിവിടെ കാണുന്ന സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾക്കുള്ളതാ. പടച്ചവനെ, ഓരോ കുട്ടികൾക്ക് ഒരു മാസം 3000 രൂപയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിദ്യാർത്ഥിക്ക് 30,000 രൂപയാണ് ഒരു കൊല്ലം. സഹോദരാ, സഹോദരി, എല്ലാവരുടെ കയ്യിലും ഞാൻ പിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പിരിക്കാൻ നിൽക്കുന്നില്ല. ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരികയാണ്. ഇത് ബദരിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനുള്ളതാണ്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഒരു വർഷത്തേക്ക് 30,000 രൂപ, 6 മാസത്തേക്ക് 10,000 രൂപ, ഒരു വിദ്യാർത്ഥിയുടെ 3 മാസത്തെ ചെലവ് 9,000 രൂപ, ഒരു മാസത്തെ ചിലവ് 3,000 രൂപ. സമയമില്ല, അവസാന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ 2024 വിട പറഞ്ഞ് 2025 കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവസാനമായി ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ, അസ്സദഖത്തു റദ്ദുൽ ബലാ. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ തരും, ഇതിനകത്ത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ആ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി ഇൻഷാ അല്ലാഹ് ദുആയിക്ക് മുമ്പ് സംഘാടകരെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് പേനയും പേപ്പറും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. സഹോദര, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നിനക്കിത് നഷ്ടമാകില്ല. ഇതിന്റെ പ്രതിഫലം അല്ലാഹു മരിക്കുന്ന സമയത്ത് നിനക്ക് കാണിച്ചു തരും. ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടേ മരിക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നു. എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരവരെ കൊണ്ട് കഴിയുന്നത് ഇല്ലെന്ന് പറയരുത്. ഒരാൾ പോലും ഈ 180 മക്കളെയും നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും അൽഹംദുലില്ലാഹ് അവരവരെ കൊണ്ട് കഴിയുന്നത് ഏറ്റെടുത്താൽ ഈ മക്കൾക്ക് അൽഹംദുലില്ലാഹ് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിയുമ്പോ എന്തെങ്കിലും ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോ പറയാൻ എന്തെങ്കിലും ഉണ്ടാകണം സഹോദര. അതുകൊണ്ട് ഞാൻ പറയുകയാ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അല്ലാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ് സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നോ, നീ
അവരെ കൈവിടല്ലേ അല്ലാ, നീ അവരെ കൈവിടല്ലേ അല്ലാ. അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ, ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. കൈവിടല്ലേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിപ്പോ സംഘാടകര് ഫൈസ എന്താ ഫാറൂഖ്, എത്ര മണി വരെ ഉണ്ട്? നിർത്താറായില്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നമുക്ക് ദുആയിലേക്ക് കടന്നൂടെ? ദുആയിലേക്ക് കടന്നൂടെ? എന്തിനാ വന്ന് ദുആ ചെയ്യാൻ വന്നതല്ലേ? പാപം മുഴുവനും കഴുകിക്കിടാൻ വന്നതല്ലേ? ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറയാം. ആ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ആരെങ്കിലും പശ്ചാത്തപിച്ച അവന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 2 ആയത്ത് ഓതിയിട്ടൊന്ന് തൗബ ചെയ്തൂടെ? 2 ആയത്ത് ഓതിയിട്ട് തൗബ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാൻ പിരിക്കാനും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് 2 ആയത്ത് ഓതിയിട്ട് തൗബ ചെയ്തൂടെ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്തൊരു വൈരാഗ്യം ഉള്ളതുപോലെ? ഞാൻ നിങ്ങളെന്തേലും, ഞാൻ 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് നാളെ മുതലായി ഇനി റെസ്റ്റ്. ഞാൻ 3-4 ദിവസം ഹോസ്പിറ്റലിൽ ശ്വാസം മുട്ടും കഫക്കെട്ടും കൗണ്ടിങ് ഒക്കെ കൂടിയിട്ട് വലിയ പറയാം. ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പോഴാണ് നിങ്ങൾ ഈ മസിലും പിടിച്ചിരിക്കണത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? അവിടേക്ക് പോയി, അപ്പോഴേ പോയി. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ വാതുറന്ന് കാണിക്കുന്നു, ചിലർ ആന്ന് പറയുന്നു, ചിലർ സുഖമെന്ന് പറയുന്നു, ചിലർ തലകുലുക്കുന്നു, ചിലർ മസില് പിടിച്ചിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ പറഞ്ഞ വഴുത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. വെറുതെ കേട്ടിങ്ങനെ കൂട്ടുന്നല്ലാതെ വേറെന്താ? വഴുത് കേൾക്കുമ്പോൾ മനസ്സ് അറിവ് പഠിക്കുന്നത് ജീവിതത്തിൽ ചെയ്യണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പുറകെ വന്നു. ആ സ്വഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ എങ്ങനെ? ആ സുഖം, ഖൈർ, റാഹത്താണ്, തീർന്നു, ഇത്ര തീർന്നു. അപ്പൊ നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, അതെന്താ എനിക്ക് ബർക്കത്തില്ലേ? ആദ്യം ചോദിച്ച ആളോട് ചോദിച്ച അതേ ചോദ്യം എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്തേ നബിയെ ബർക്കത്തില്ലേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? ഉറക്കെ പറഞ്ഞ സുഖമാണോ? ഇതെന്തേ ആദ്യം പറയാഞ്ഞേ? ഇതെന്തേ ആദ്യം പറയാഞ്ഞേ? അത് അറബികൾക്കും ഉസ്താദന്മാർക്കും മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾ വിചാരിച്ചു? അല്ല, എല്ലാവർക്കും ഉള്ളതാ. എൻ്റെ പൊന്നാര ചങ്ങാതി, ആര് സുഖമാണെന്ന് ചോദിച്ചാലും അൽഹംദുലില്ലാ പറ. കച്ചവടം ഉണ്ടോ? ഉണ്ടളിയാ. എന്തിനാളിയാ ഗൾഫിൽ പോകുന്നേ? അത്രയ്ക്കും ലാഭമാ. എന്തിനാ ഗൾഫിലൊക്കെ പോകുന്ന? നല്ല വരുമാനമാ എന്ന് പറയാറില്ലേ? അപ്പൊ അവൻ ചിന്തിക്കും, ഇവനു മാത്രം ഇത്ര കച്ചവടവും കാശും ഇടുന്ന അല്ല, പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ നിന്റെ നാവ് സൂക്ഷിക്കണം പെങ്ങളെ, നീ നിന്റെ നാവ് സൂക്ഷിക്കണം. എന്തിനാ മൈക്കിട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പഠിക്ക്. അള്ളാഹു നമുക്കെല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സുഖമല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? കച്ചവടമൊക്കെ ഉണ്ടോ? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? പൈസയൊക്കെ ഉണ്ടോ? അവിടെ പോയി പറ, പൈസയൊക്കെ ഉണ്ടോ? എനിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറ, പൈസ ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
ചോദിക്കാതെ കിട്ടിയതല്ലേ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ 2 ആയത്ത് പറഞ്ഞു തരാം. ഈ 2 ആയത്ത് ഓതിയിട്ട് അള്ളാഹുടെ മുമ്പിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും. അള്ളാഹു നമ്മുടെ പാപം പുറത്തുമാറാകട്ടെ. അള്ളാഹു പുറത്തുമാറാകട്ടെ. തൗബ ചെയ്തൂടെ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങി പോവാ. എവിടെ പോവാടാ? തൗബ വാങ്ങാൻ പോവാ. എന്താ അന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ എന്തോ കിട്ടുന്ന പോലെ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ കിടന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ കിടന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കഴിഞ്ഞ 1 വർഷക്കാലം നമ്മൾ ചെയ്ത പാപത്തെ കുറിച്ചൊന്ന് ചിന്തിക്ക്. എടോ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ സന്താന പരമ്പരകൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. ആ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നീ ചെയ്ത പാപങ്ങളെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? വെറുതെ തൗബ ചെയ്താ പോരടാ ചെറുപ്പക്കാരാ, ഉമ്മമാരെ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നബി തങ്ങൾക്ക് പടച്ചവനെ ഖാദിമായി നടന്ന ഒരു സ്വഹാബിയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. ആ സ്വഹാബി എങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ, സുന്ദരിയായ ഒരു പെണ്ണ് നിന്ന് കുളിക്കുന്നത് കണ്ടപ്പോ അറിയാതെ നോക്കിപ്പോയി. ആ നോട്ടമങ്ങ് വല്ലാതെ നീണ്ടുപോയി. പടച്ചവനെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാ, പാപമാണ് പടച്ചവര് ചെയ്തത്, പാപമാണ് തമ്പുരാന്. നിലവിളിക്കാൻ തുടങ്ങി. ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടല്ലോ. അല്ലാഹുവേ, ഈ കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് നബിതങ്ങളെ കാണുന്നത്? നബിതങ്ങൾ അറിയുമല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഇതറിയുമല്ലോ. പടച്ചവനെ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുകയാണ്, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. റബ്ബേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കാണുന്നില്ലല്ലോ. പടച്ചവനെ, ആഴ്ചകളായി, ദിവസങ്ങളായി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കാണുന്നില്ല. പടച്ചവനെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തെ ഭയന്നുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ മലകളുടെ നടുവിലുണ്ട് നബിയേ. അവന്റെ തൗബ സ്വീകരിച്ചെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ തിരയുകയാണ്. അല്ലാഹുവേ, എവിടെയാണെന്നറിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു രണ്ട് സഹാബികളോട് പറയുകയാണ്, അതാ അബ്ദുറഹ്മാൻ ആ സഹാബിയെ കൊണ്ടുവരാൻ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബിയെ കൊണ്ടുവരാൻ ഉമർ തങ്ങളോടും സൽമാൻ തങ്ങളോടും നബി തങ്ങൾ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും തിരഞ്ഞു നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ എവിടെയാണെന്നറിയില്ല. അങ്ങനെ രാവും പകലും തിരയുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ. ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ. ആ മനുഷ്യനോട് ചോദിച്ചു, നരകത്തെ ഭയന്നുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ആ ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആടിനെ കൊണ്ട് വെള്ളം കൊടുക്കാൻ പോകുമ്പോ അതാ വൈകുന്നേര സമയമാകുമ്പോ ഒരു ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരാറുണ്ട്. ഭ്രാന്ത് പിടിച്ചവരെ പോലെ. അല്ലാഹുവേ, നിങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യനതായിരിക്കും, നിങ്ങൾ അന്വേഷിക്കുന്ന ചെറുപ്പക്കാരനതായിരിക്കും. അങ്ങനെ പടച്ചവനെ ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. മലഞ്ചെരുവിന്റെ ഭാഗത്തിങ്ങനെ ഇരിക്കുമ്പോ രാത്രിയാകുമ്പോ ഇറങ്ങി വരികയാ, വൈകുന്നേര സമയമാകുമ്പോ ഇറങ്ങി വരികയാണ്. പടച്ചവനെ, മുടിയെല്ലാം ജട പിടിച്ച് കീറി പറഞ്ഞ വസ്ത്രവുമായി പൊട്ടിക്കരന്നുകൊണ്ട്, റബ്ബേ മരിച്ചാ മതിയായിരുന്നു അല്ലാ, കണ്ണുകൊണ്ട് ഹറാം കണ്ടുപോയല്ലോ, കണ്ണുകൊണ്ട്